BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. സംഘടനാ തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ടയെങ്കിലും പാർട്ടി എ ക്ലാസ് മണ്ഡലമായ പാലക്കാട്ടെ തോൽവി പ്രധാന ചർച്ചാ വിഷയമാകും. തോൽവിയിൽ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക നേതാക്കൾ വാക്കുപോര് തുടരുന്നതിനിടെയാണ് നേതൃയോഗം. രജിത് കുമാറാണ് ചേരുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത്ത്, ഇപ്പോൾ BJPയിൽ തന്നെ ഒരു വിഭാഗം സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ രാജിക്കായി മുറവിളി കൂട്ടുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നേതൃയോഗം ചേരുന്നത്. ഇന്ന് ചേരുന്ന യോഗത്തിൽ ഈ വിഷയവും പ്രധാന ചർച്ചയാകില്ലേ? തീർച്ചയായും ശ്രീ കാർത്തിക, സുരേന്ദ്രൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ ഒരു നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ പാർട്ടിയിൽ ഒരു മുറവിളി നടക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കൂടിയെത്തിയത്. തെരഞ്ഞെടുപ്പ് എത്തിയ സമയത്ത് തന്നെ ആ സമയത്ത് ഒരു മാറ്റത്തിലേക്ക് പോകേണ്ട എന്നൊരു തീരുമാനം നേതൃത്വം എടുക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു കനത്ത തോൽവി കൂടി ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നൊരു കാര്യമുണ്ട്. അതുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ ഒപ്പം തന്നെ ഈ സംസ്ഥാന നേതൃത്വവും അതുപോലെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേന്ദ്രനുണ്ടായിട്ടുള്ള പാകപ്പിഴകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയ പ്രാദേശിക നേതൃത്വം അടക്കം, അതായത് പാലക്കാട് നഗരസഭയിൽ നിന്നടക്കം സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പാളിച്ചകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതുതന്നെയാണ് തോൽവിക്ക് കാരണമെന്നും അവർ ഉയർത്തി കാണിക്കുന്നു. ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നേതാക്കൾക്കിടയിൽ തന്നെ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതിനാൽ തന്നെ ഇതൊരു പ്രധാന അജണ്ടയായി, പ്രധാന വിഷയമായി ചർച്ചയ്ക്കെടുക്കാനുള്ള സാധ്യതകളൊക്കെയും തന്നെയുണ്ട്. എങ്കിൽ തന്നെയും സംഘടനാ തെരഞ്ഞെടുപ്പാണ് ഇന്നത്തെ പ്രധാന അജണ്ട എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നും മാറിക്കൊണ്ട് ഒരു പക്ഷേ കനത്ത തോൽവി ഏറ്റുവാങ്ങി ദിവസങ്ങൾ മാത്രം കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അത് പ്രധാനമായ ഒരു ചർച്ചാ വിഷയമാകും. ഒപ്പം തന്നെ സുരേന്ദ്രൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സംസ്ഥാന നേതൃയോഗത്തിൽ തന്നെ ഒരു ചർച്ചയുണ്ടാകാനുള്ള സാധ്യതയും കണക്കെടുക്കുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ളവർ, ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. മറ്റ് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നതും. എന്തു തന്നെ ആയാലും ഇക്കാര്യം പ്രധാന ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പക്ഷേ പാർട്ടി ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു പിന്തുണ K. സുരേന്ദ്രന് കഴിഞ്ഞ ദിവസം പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രകടനമാണ് പാലക്കാട് പാർട്ടി നടത്തിയത് എന്ന വിലയിരുത്തലാണ് ഇക്കാര്യത്തിൽ പ്രകാശ് ജാവ്ദേക്കർ നടത്തിയിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലെ ചില നേതാക്കൾക്കിടയിലും സുരേന്ദ്രൻ്റെ പ്രവർത്തന രീതികളോടുള്ള എതിർപ്പും, ഒപ്പം തന്നെ പാലക്കാട്ടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളും സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായിട്ട് പാളിച്ചകളൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ C. കൃഷ്ണകുമാറിന് പകരം ശോഭാ സുരേന്ദ്രനായിരുന്നു അവിടെ മത്സരിച്ചിരുന്നതെങ്കിൽ വിജയം സുനിശ്ചിതമായിരുന്നു എന്നാണ് N. ശിവരാജൻ, പാർട്ടിയുടെ ദേശീയ സമിതി അംഗം കൂടിയായിട്ടുള്ള N. ശിവരാജൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. അത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഇതിനോടകം തന്നെ സുരേന്ദ്രനെതിരെയും സുരേന്ദ്രനൊപ്പം നിൽക്കുന്നവർക്കെതിരെയും എത്തിയിട്ടുണ്ട്. ആ ആരോപണങ്ങളൊക്കെയും എന്തായാലും ഈ യോഗത്തിൽ ചർച്ചയാകും. പ്രധാനമായും ഇത് തന്നെയായിരിക്കും ഒരു ചർച്ചാ വിഷയം. ഒപ്പം തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളവയാണ് ഇന്ന് കൊച്ചിയിൽ ചേരുന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാവുക. ശരി, വ്യക്തമാണ് രജിത്ത്. ഏതായാലും ഇന്ന് ചേരുന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ നിരവധി പ്രധാന വിഷയങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രജിത്താണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.